അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ അതാണ് ഞാനിവിടെ ചെത്തി ഒക്കെ ഉണക്കാനുള്ള ഒരു വട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും പലർക്കും സംശയമുള്ള കാര്യമാണ്, ഇത് തന്നെയാണോ കസ്തൂരി മഞ്ഞൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. പലരുടെയും വീട്ടിലെ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞ കളറിലുള്ള, അതുപോലെ തന്നെ അതിന്റെ കിഴങ്ങിന്റെ അടിയിൽ ഒരുപാട് മണികൾ ഞാന്ന് കിടക്കുന്ന ടൈപ്പിലുള്ള കൂവയാണ് ഉള്ളത്. അതല്ല കസ്തൂരി മഞ്ഞൾ, ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇപ്പൊ ഞാനിവിടെ ഇത് അരിഞ്ഞ് ആവുമ്പോൾ തന്നെ നല്ലൊരു മണാണ് കേട്ടോ, കർപ്പൂരത്തിന്റെ ഒരു മണാണ് ഇവിടെ മൊത്തം തങ്ങി നിൽക്കുന്നത്. അത് മാത്രമല്ല ഇത് തണുപ്പാണ്, നമ്മുടെ മുഖത്തിട്ട വളരെയധികം തണുപ്പ് കിട്ടുന്ന സംഭവമാണ്. എരിച്ചിലോ പുകച്ചിലോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ല, ഇത് കൃഷി ചെയ്യുന്നവരുടെ അടുക്കൽ മാത്രമേ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ അവിടെ നിന്നാണ് പലരും കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ഒക്കെ നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നമുക്ക് നല്ല വെയിലുള്ള സമയമാണ്. എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണക്കുന്ന ഒരു സംഭവമല്ല. അത് അങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കുറയും. അപ്പൊ നമ്മുടെ റെയിൻ ഷെൽട്ടർ ഉണ്ട്, മഴമറ, അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിങ്ങനെ ഉണങ്ങുന്നത് കേട്ടോ. പ്രത്യേക ഒരു മെഷീനിലാണ് ഇത് പൊടിപ്പിക്കുന്നതും. കാരണം ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കാൻ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ നമുക്കിത് കണ്ടോ, കസ്തൂരി മഞ്ഞൾ പൗഡറും വിത്തും ഒക്കെ ആവശ്യമുള്ളവരെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടുകളിൽ എത്തുന്നതാണ്.